എഗ് പറാട്ടയുടെ സെക്കൻഡ് റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും എരിവുള്ള മുളകുപൊടിയുമാണ് അതിലേക്ക് ഇടുന്നത്. ഇനി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. ഒരു ചപ്പാത്തിക്ക് ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കടായിലൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ്, സവാള, ടൊമാറ്റോ, ക്യാപ്സിക്കം. ഇതിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള ഇതെല്ലാം കട്ടി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ടൊമാറ്റോ പൾപ്പ് റിമൂവ് ചെയ്തതിനു ശേഷമാണ് നീളത്തിൽ കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം സവാള കളർ ചേഞ്ച് വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെജീസൊക്കെ ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. സവാള ഇതേമാതിരി വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കരുത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. ഇനി ബാക്കിയുള്ള വെജീസും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഇതൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോഴേക്കും അത് വേകുകയും ചെയ്യും. ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് സോയ സോസാണ് ഒഴിക്കേണ്ടത്. 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഈ സോയ സോസിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉപ്പ് ചേർക്കരുതെന്ന് പറഞ്ഞത്. ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സോയ സോസ് ആ പച്ചക്കറിയിലൊക്കെ ഒന്ന് പിടിക്കണം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ടൊമാറ്റോ കെച്ചപ്പാണിത്. കെച്ചപ്പ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എഗ് പറാട്ടയുടെ മറ്റൊരു റെസിപ്പി ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണണം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ കറികളൊന്നും വേണ്ട. ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അതിനുശേഷം ആ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിക്കാം. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെയുള്ളൂ. അതിനുശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഏകദേശം ചപ്പാത്തിയുടെ സൈസായിരിക്കണം ഓംലെറ്റിനും. വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം വേകാൻ തുടങ്ങിയതായി കാണാൻ കഴിയും. അപ്പോഴാണ് ചപ്പാത്തി അതിൻ്റെ മേലെ വെക്കേണ്ടത്. അതിനുശേഷം സൈഡ്സൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സെറ്റാകട്ടെ അവിടെ ഇരുന്ന്. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. 1 മിനിറ്റിന് ശേഷം അതൊന്ന് തിരിച്ചിടണം. സിമ്മറിൽ ഒരു 2 മിനിറ്റ് അത് അങ്ങനെ കിടന്നോട്ടെ. വഴറ്റി വെച്ചിരിക്കുന്ന വെജീസ് അതിൻ്റെ മേലെ ഒരു സൈഡിലായിട്ട് വെക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി മസാല ദോശയൊക്കെ ചെയ്യത്തില്ലേ, അതേമാതിരി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പറാട്ട റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള എഗ് പറാട്ടയാണ് വേണ്ടതെങ്കിൽ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തത് കാണണം. ഈ 2 എഗ് പറാട്ടയും 2 രീതിയിൽ വളരെ ടേസ്റ്റിയാണ്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.